TVK സർക്കാർ ഇന്ന് ധവളപത്രം പുറത്തിറക്കുമെന്ന് സൂചന. വൈകിട്ട് 5-ന് ധനമന്ത്രി മാരി വിൽസൺ ധവളപത്രം പുറത്തിറക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ധവളപത്രം പുറത്തിറക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം മുഖ്യമന്ത്രി വിജയ് പ്രഖ്യാപിച്ചിരുന്നു. കെ.ബി. ശ്രീധരൻ ഉണ്ട്. ശ്രീധരൻ, അപ്പോൾ ഈ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ സുതാര്യമായ രീതിയിൽ പുറത്തേക്ക് വരട്ടെ എന്ന് തമിഴ്നാട് സർക്കാർ അന്ന് നേരത്തെ തന്നെ വിജയ് പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പിൽ വരികയാണോ? എപ്പോഴായിരിക്കാം ഈ തീരുമാനമുണ്ടാവുക, ഒരു പ്രഖ്യാപനമുണ്ടാവുക? തമിഴ്നാടിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ് എന്നാണ് വിജയ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ ആദ്യ പ്രസംഗത്തിലും പറഞ്ഞത്. ഈ വിഷയത്തിൽ എന്താണ് നിലവിലെ സ്ഥിതി എന്ന് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ധവളപത്രം സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് അറിയിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കുമെന്നായിരുന്നു വിജയുടെ പ്രഖ്യാപനം. ഏതായാലും അതിന് പിന്നാലെ തന്നെ നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ ധനവകുപ്പ് മന്ത്രി മാരി വിൽസൺ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, നിലവിലെ അവസ്ഥ എങ്ങനെയാണ്, എങ്ങനെ മുന്നോട്ട് പോകാനാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൾ പുറത്തുവിടുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ നീക്കത്തെ DMK പരിഹസിക്കുകയാണ്. ഇത്രയും സുസ്ഥിരമായ രീതിയിൽ അല്ലെങ്കിൽ വെൽഫെയർ കാര്യങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് DMK സർക്കാർ. അതുകൊണ്ട് ആ സർക്കാർ ഇരുന്നപ്പോൾ തന്നെ ഈ പല മേഖലകളിലും മുന്നോട്ട് പോകാൻ ആയിട്ടുണ്ട്. ഈ ധവളപത്രം ഇറക്കുന്നതൊക്കെ ഒരുതരം പ്രദർശനമാണ് എന്നൊക്കെയാണ് DMKയുടെ ഒരു വിമർശനം ഉണ്ടായിരുന്നത്. ഏതായാലും എന്താണ് തമിഴ്നാടിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങൾ ഇന്ന് പുറത്തുവിടുമെന്നാണ് TVK നേതൃത്വം ഇപ്പോൾ അറിയിക്കുന്നത്.